ഹായ് ഫ്രണ്ട്സ്, ലേൺ ആൻഡ് ഏൺ ബൈ സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെ സിമ്പിൾ ടൈപ്പിംഗ് ഒക്കെ ചെയ്യാമെന്നാണ്. ഇതിൽ മൈ ടാസ്കിൽ ഡു ടാസ്ക് എടുക്കുക. അതിൽ ടുഡേ ടാസ്ക് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ലേൺ ആൻഡ് ഏൺ ഉണ്ട്, അതിൽ വ്യൂ കൊടുക്കുക. നമുക്ക് കുറേ കാറ്റഗറികൾ കാണാം. ആനിമൽസ്, ഫ്ലവേഴ്സ്, ബോഡി പാർട്സ്, വെജിറ്റബിൾ, കാർ ബ്രാൻഡ്, അങ്ങനെ കുറേ കാറ്റഗറി കാണും. നമ്മളേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ഇതിൽ ഫ്ലവർ സെലക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇമേജസ് വരും, 4 ഇമേജസ് വരും. എന്നിട്ട് അതിൻ്റെ പേരും കാണിക്കും. ഗ്ലാഡിയോറസ് എന്നുള്ളൊരു പിക്ചറാണ്. അപ്പോൾ നമുക്കത് ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എൻ്റർ അടിക്കുമ്പോൾ അതിനൊരു 5 പോയിൻ്റാണ് നമുക്ക് കിട്ടുന്നത്. വീണ്ടും അറ്റംപ്റ്റ് നെക്സ്റ്റ് ടാസ്ക് കൊടുക്കണം. വേറൊരു ഫ്ലവർ വരും, ചാമോമൈൽ എന്ന് വെച്ചു. അപ്പോൾ അത് 4 ഇമേജസ് കാണും. നമ്മളത് ചെക്ക് ചെയ്ത് നോക്കുക. ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതേമാതിരിയാണ് ലേൺ ആൻഡ് ഏൺ ടാസ്കുകൾ ചെയ്യുന്നത്. നമുക്ക് വീണ്ടും കാറ്റഗറിയൊക്കെ മാറ്റി കൊടുക്കാനും പറ്റും. നമുക്ക് ഇഷ്ടമുള്ള കാറ്റഗറി ചൂസ് ചെയ്ത് ചെയ്യാം. ഇപ്പോൾ വാട്ടർ ലില്ലി ടൈപ്പ് ചെയ്യാം. ഇത് നിങ്ങളുടെ കുട്ടികളെ സ്പെല്ലിംഗ് ടൈപ്പ് ചെയ്യാൻ പഠിപ്പിച്ച് നമുക്ക് ചെയ്യാം. അവർക്കും ഒരറിവാണ്. നമ്മുടെ കുട്ടികൾ വെറുതെ ഷോർട്ട് വീഡിയോസൊക്കെ കണ്ടിരിക്കുന്നതിൽ നല്ലതല്ലേ. ഒരു ഇതിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറേ ഫ്ലവേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഈ അസേലിയസ് എന്നുള്ള ഫ്ലവറൊക്കെ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് കണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. നമ്മുടെ കുട്ടികളാണെങ്കിലും എല്ലാം ഒരു ലിമിറ്റഡായിട്ട് പഠിച്ചു വച്ചിരിക്കുകയല്ലേ. അപ്പോൾ അവർക്കും ഇന്ന ഫ്ലവർ കാണുമ്പോൾ ഇന്നതാണെന്ന് പിന്നീട് അവർക്ക് മനസ്സിലാക്കാനും പറ്റും. അങ്ങനെ ലേൺ ആൻഡ് ഏണിൽ എപ്പോഴും 5 പോയിൻ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം അടുത്ത് നമുക്ക് കാറ്റഗറി മാറ്റി നോക്കാം. വെജിറ്റബിൾസ് സെലക്ട് ചെയ്യാം. ബിറ്റർ ഗോഡിൻ്റെ ഒരു പിക്ചർ വന്നിട്ടുണ്ട്. അത് ബോക്സ് 4 ഇമേജസ് കാണും. നമ്മൾ നോക്കുക, ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക തെറ്റാതെ. ഇങ്ങനെയാണ് ലേൺ ആൻഡ് ഏൺ ടാസ്കുകൾ. അപ്പോൾ നമുക്കിനി ഡൈനാമിക് ടാസ്ക് നോക്കാം. മൈ ടാസ്കിൽ പോയി ഡു ടാസ്ക് എടുക്കുക. അതിൽ 3ാമത് ഡൈനാമിക് ടാസ്ക് എടുക്കുക. അപ്പോൾ ഓരോ ഇമേജസ് വരും. മിസ്സായ സ്പെല്ലിങ് നമ്മൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിന് ഇത്തിരി പോയിൻറ്റ്സും കൂടുതലായിരിക്കും. അപ്പം ഇതേമാതിരിയാണ് ഡൈനാമിക് വർക്ക് പോകുന്നത്. ഓരോന്നും ചെയ്ത് നോക്കുക. ഇതേമാതിരി ആയിരിക്കും ഡൈനാമിക് ടാസ്ക് വരുന്നത്. മിസ്സ്പെല്ലിങ് ചോദിച്ചുകൊണ്ട് ഇതിന് ഇത്തിരി പോയിൻറ്റ്സും കൂടുതലായിരിക്കും. അപ്പം ഇങ്ങനെയാണ് സിമ്പിളായിട്ട് ടൈപ്പ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതിനകത്തെ ഏണിങ്സ് ഞാനൊന്ന് കാണിച്ചു തരാം. എൻ്റെ വീക്കിലി ഏണിങ്സ് മാത്രമാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. അത് പലർക്കും ജെന്യുവൻ ആണോ എന്നറിയാനൊരു ഡൗട്ട് ഉണ്ടാകുമല്ലോ. അപ്പം നമുക്ക് ഏൺ ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് ഞാൻ വീക്കിലി മാത്രം ചെയ്തതിൻ്റെ ഒരു സ്ലിപ്പ് ജെന്യുവൻ ആണെന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ വെക്കുകയാണ്. അപ്പോൾ എല്ലാവരും
ഇതിൽ രജിസ്റ്റർ ചെയ്ത് കയറി വരിക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഇനിയും അധികം വർക്കുകൾ വേറെ ഉണ്ട്. ഞാനിപ്പോൾ 2 ചെറിയ വർക്കുകൾ മാത്രമാണ് കാണിച്ചത്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ നോക്കുക. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.